സൗകര്യം ഉണ്ടാക്കിയാണ്ട് അസൗകര്യം ചായ കൊടുക്കുക, എന്താ വെള്ളം എന്താണ് ബാക്ക് നീണ്ടു കൊടുക്കണം. എല്ലാവർക്കും ഉണ്ടോ അത് സ്റ്റേജിലുള്ളവർക്ക് മാത്രമാണോ? എന്നാൽ ബാക്ക് നീണ്ടു കൊടുക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. സന്തോഷം. എന്തോന്ന് വരുന്നുണ്ട്, സന്തോഷത്തോടെ ഇരുന്നോളി. നോട്ടം കെട്ട് തൊള്ളേക്കുള്ള വയ്യ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് ഇങ്ങോട്ട് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അതിനാണ് ബാക്ക് നിന്ന് കൊടുക്കണേ. മുന്നൊന്ന് കൊടുത്താൽ എല്ലാവരും സംഘാടകരുള്ളത് മനസ്സിലായിക്കോളി. മുന്നൊന്ന് കൊടുത്താൽ എന്താ വെച്ചാൽ അവസാനത്തെ ആൾക്ക് കിട്ടുന്നത് വരെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ബാക്ക് നിന്ന് കൊടുത്താൽ പിന്നെ കയ്യിലുണ്ട് എത്തിക്കഴിഞ്ഞല്ലോ, പിന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയൊരു ആലോചന ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും സൗകര്യം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബാക്ക് നിന്ന് കൊടുക്കലാണ്. സ്റ്റേജുമ്പോൾ പിന്നെ ഇപ്പോൾ രക്ഷയൊന്നുമില്ല കൊടുക്കുക തന്നെ. മറ്റേത് ശാസ്ത്രീയമുള്ളവർക്ക് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുക എന്നാലേ. അല്ല, അതൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ശീലിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മാലിലൊക്കെ പരിപാടി നടത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. സദസ്സ് അലങ്കോലം ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യരുത്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സദസ്സിന് അലങ്കോലമില്ലാത്ത തരത്തിൽ പ്ലാൻ ചെയ്യാം. സദസ്സ് നിറയെ ആളുണ്ടാവില്ല എന്ന് തോന്നിയാൽ നിറച്ച് കസാല ഇട്ട് വെക്കരുത്. ആളുള്ളതിനനുസരിച്ച് ഫ്രണ്ടിൽ കസാല ഇടുക, പിന്നെ ആൾ വരുന്നതിനനുസരിച്ച് ബാക്കിൽ ഓരോന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ സദസ്സ് വിശാലാക്കിയിട്ട് കൊണ്ടുവരിക. എന്നെങ്കിലും ആൾ വരുമെന്ന് കരുതിയിട്ട് നമ്മൾ നിറച്ച് കസാല ഇട്ടിട്ട് അതിൽ 4 മൂലക്ക 4 ആൾക്കാർ ഇരുന്നാലും ഒരു ഐബാണ്. അതേ സമയത്ത് നമ്മൾ മുന്നിൽ കുറച്ചിട്ട് അതിലൊരു കർട്ടനൊക്കെ കെട്ടി ഉഷാറാക്കി വെച്ച് ആൾ വരുന്നതിനനുസരിച്ച് വിശാലമാക്കി കൊടുത്താൽ സംഗതി എപ്പോഴും നല്ലതായിരിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അലങ്കോലമില്ലാതെ അറേഞ്ച്മെന്റ് ചെയ്യണം. രണ്ടാമത്തൊന്ന്, സംഘാടകർ പരിപാടി കേൾക്കണം. ഈ റമദാൻ മാസമൊക്കെ ആയാൽ തസ്കിയത്ത് ക്യാമ്പാണ്, ഉസ്താദ് തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ ഈ നോൽപ്പൊക്കെ നോച്ചിങ്ങാണ്ട് ചെന്ന് ളുഹറിന്റെ ശേഷം തുടങ്ങി അല്ലെങ്കിൽ അസറിന്റെ ശേഷം തുടങ്ങി നമ്മളിങ്ങനെ തസ്കിയത്ത് ആൾക്കാരെ നന്നാക്കി വയ്ക്കാരം. സംഘാടകർ മൊത്തം ബത്തൊക്കെ കട്ട് ചെയ്യുക, നോൽമ്പറക്കല്ലേ. നമ്മളൊരു പരിപാടി നടത്തുന്നത് ആദ്യം നമ്മക്ക് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെയല്ലോ, അധ്വാനത്തിന്റെ ഫലം ഏറ്റവും കൂടുതൽ അവനാ അനുഭവിക്കണ്ടേ. ഒരു പരിപാടി നാട്ടിലൊരു വയത് നടത്തുന്നത് എന്തിനാ? ആരാണോ പ്രധാന സംഘാടകൻ ആദ്യം അയാൾക്ക് കേൾക്കാനായിരിക്കണം. അവനാ നന്നായിട്ടല്ല നാട്ടുകാർ നന്നായി, നമ്മൾ നന്നായ നാട്ടുകാർ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവും. ഇപ്പൊ തന്നെ ഈ ഇരിക്കണയിൽ എന്ത് ചോദിച്ചാൽ കുറെ ആൾക്കാർ റെക്കോർഡ് ചെയ്യും. അതെന്തിനാ? വേറുള്ളവരെ നന്നാക്കാൻ, അവനാ നന്നാവൊന്നും വേണ്ടാന്ന്. ഇവിടെ വന്നിരുന്ന് കേൾക്കാത്തോൻ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയാൽ പിന്നെ കേൾക്കുമോ? ഉണ്ടാവില്ല. യാതൊരു കാരണവശാലും അത് സംഭവിക്കാൻ പോണില്ല. അവസാനം മെമ്മറി കാർഡ് എന്ന് അറിയുമ്പോൾ ഡിലീറ്റ് ചെയ്യും, അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതേ സമയത്ത് അത് കീശയിലിട്ടുകൊണ്ട് ഇത് കേട്ടിരിക്കുകയാണെങ്കിൽ അത് വലിയ റാഹത്തായിരിക്കും. പൊതുവെ ഇപ്പം ഇവിടെ റെക്കോർഡിങ് കാണാനില്ല. സാധാരണ ഇങ്ങനെ പരിപാടിക്ക് എന്നാലും ഇങ്ങനെയൊന്നും അല്ല ഉണ്ടായാലും ഇങ്ങനെ എല്ലാവരും ഇരിക്കുക. ലൈവ് ഉണ്ട്, അതുകൊണ്ട് ഇക്കാരല്ലേ. എന്തായാലും ആയിക്കോട്ടെ, സന്തോഷം.